നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ബാഹ്യ ശുദ്ധീകരണക്കാർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഒരു അടുക്കള ഉപകരണത്തിൻ്റെ അല്ലെങ്കിൽ അടുക്കള ഉപകരണങ്ങളുടെ അടുക്കള പാത്രങ്ങളുടെ കാര്യം പറയുകയാണ്. അടുക്കള പാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളല്ലേ? അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ, നിങ്ങളുടെ സ്ത്രീകൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു എന്നല്ലേ പറയേണ്ടത്? എന്നാൽ പുരുഷന്മാർ കിണ്ടികിണ്ണങ്ങളുടെ അല്ലെങ്കിൽ ഉരുളിയുടെ മറ്റു പാത്രങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ചില ദിവസങ്ങളുണ്ടായിരുന്നു. അതിന് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്നാണ് എബ്രായ ലേഖന 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഒരു സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, പാത്രങ്ങളുടെ പുറം ശുദ്ധീകരിക്കുന്നത് യഹൂദന്മാർക്കൊരു ആചാരമായിരുന്നു എന്ന്. ഒരു ദിവസമോ അല്ലെ ചില ദിവസങ്ങളോ പുരുഷന്മാർ പാത്രങ്ങൾ, പ്രത്യേകിച്ച് പാത്രത്തിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കി അതായത് ഒരു വലിയ ദൈവപ്രസാദകരമായ ഒരു കാര്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവരോട് ചോദിക്കുകയാണ്, കപടഭക്തിക്കാരായ പരീശന്മാരെ, ശാസ്ത്രിമാരെ, പുറമുണ്ടാക്കിയവൻ തന്നെയല്ലയോ അകവും ഉണ്ടാക്കിയത്? ആദ്യം അകമല്ലേ? കാരണം കിണ്ടിയായാലും കിണ്ണമായാലും ഉരുളിയായാലും പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും നമുക്കേറെ ആവശ്യം അകമാണ്. അണുബാധ ഉണ്ടാകാൻ സാധ്യത അകത്തു നിന്നാണ്. അതുകൊണ്ട് ഈ പാത്രങ്ങളുടെ എല്ലാം അകമാണ് ശുദ്ധീകരിക്കേണ്ടത്. പക്ഷേ യഹൂദന്മാർ പുറം ശുദ്ധീകരിച്ച്, ഞങ്ങളുടെ അടുക്കളയിലെ പാത്രങ്ങൾ പോലും ദൈവത്തിനായിട്ട് ഞങ്ങൾ ശുദ്ധീകരിച്ച്, യാതൊരു അശുദ്ധിയും ഇല്ലാതെ ശുദ്ധീകരിച്ചാണ് സൂക്ഷിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ചടങ്ങ് അവർക്കുണ്ടായിരുന്നു. ദൈവം ചോദിക്കുന്നത് എന്തുകൊണ്ട് അകം വെടിപ്പാക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പാത്രം കഴുകണമെന്നും, പുരുഷന്മാർ പാത്രം കഴിയുമ്പോൾ പുറം മാത്രമല്ല അകവും കഴുകണം, ആദ്യം അകം കഴുകണം, ഇതൊന്നും അല്ല ഇതിൽ നിന്നുള്ള പാഠം. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയുടെ കാര്യമാണ്. നമ്മുടെ അകമാണ് ആദ്യം നന്നാകേണ്ടത്, ഹൃദയമാണ് ആദ്യം നന്നാകേണ്ടത്. യേശു പറഞ്ഞു, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒന്നും അല്ല അവനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അസൂയ, അത്യാഗ്രഹം, ദുഷ്കാമം, വിടക്ക്, കണ്ണ്, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, വെറുക്കൂത്ത്, മദ്യപാനം, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഘടനയ്ക്ക് മാറ്റം വരിക, നാം പുതിയ സൃഷ്ടിയായിത്തീരുക, അതാണ് ആവശ്യം. അല്ലാതെ നമ്മുടെ പാത്രങ്ങൾ ഉൾപ്പെടെ ക്ലീനാക്കി വയ്ക്കുകയോ, നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രമൊക്കെ വളരെ ക്ലീനായിരിക്കുകയോ, നമ്മൾ എല്ലാ ദിവസവും കുളിച്ച് അങ്ങനെ ഒരു ദേഹശുദ്ധി വരുത്തുകയോ, ഇതൊന്നുമല്ല വലിയത് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന കാര്യമാണ്. അതായത് പുതിയ സൃഷ്ടിയായി തീരുന്ന കാര്യമാണ് വലിയത്. യേശുക്രിസ്തു സ്വർഗത്തിലെ ദൈവ മനുഷ്യനായത് നമ്മുടെ ശിക്ഷയേറ്റ് നമ്മളെ രക്ഷിക്കാനാണ്, നമ്മളുടെ ഘടനയ്ക്ക് മാറ്റം വരുത്താനാണ്, നമ്മളെ പുതിയ സൃഷ്ടികൾ ആക്കാനാണ്. താൻ സൃഷ്ടാവായ ദൈവമാണ്, മനുഷ്യനെ പുതിയ സൃഷ്ടികളാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് യേശു
പ്രകൃതി ശക്തിയുടെ മേലൊക്കെയുള്ള ചില അധികാരങ്ങൾ, ചില അടയാളങ്ങൾ ചെയ്യുവാനിടയായത്. സൃഷ്ടാവായ ദൈവ മനുഷ്യനായ യേശുവിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒരു പാപിയുമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ യേശു അകവും പുറവും ശുദ്ധീകരിക്കും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ യേശു കുരിശിച്ചൊരിഞ്ഞ രക്തത്താൽ, യേശുവിൻ്റെ കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ നമുക്ക് വിടുതലുണ്ട്. നമുക്ക് പുതിയ സൃഷ്ടികളാകാൻ കഴിയും. യേശുവിനോട് പറയുക, യേശുവേ, എന്നെ രക്ഷിക്കണം, എനിക്കായി കുരിശിൽ മരിച്ചതിന് ഞാൻ നന്ദി പറയുന്നു, അങ്ങൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ കൈക്കൊണ്ടാൽ ഒരു നിമിഷം കൊണ്ട് അകവും പുറവും യേശു ശുദ്ധീകരിക്കും. നമ്മോട് കൂടെ വസിക്കും, നമ്മുടെ ഉള്ളിൽ വസിക്കും, നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. ഈ കർത്താവിനെ കൈക്കൊള്ളുവാൻ ദൈവം ഏവർക്കും ഭാഗ്യം നൽകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.